ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ കണ്ടാലോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതാ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് കേട്ടോ. കോമാങ്ങ എന്നാണ് ഞങ്ങളവിടെയൊക്കെ പറയുക. മൂവാണ്ട മാങ്ങ അല്ല കേട്ടോ. നല്ല മധുരമാണ് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ താത്താൻ്റെ വീട്ടിൽ നിന്നും അതേപോലെ തന്നെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ടീച്ചർ കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതാ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി മാമ്പഴം കിട്ടിയപ്പോൾ. അപ്പോൾ നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നല്ല പുളിമാങ്ങ ഉണ്ടാവില്ലേ, അത് പഴുത്തതായിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ പുളിമാങ്ങ ഒന്നും കിട്ടിയില്ല, ഈ മാങ്ങ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഇതാ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഇതാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ മുളക് പൊടി. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് കേട്ടോ ഈ കറി വേണ്ടത്. വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇതാ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു പകുതി ശർക്കര കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ ഒരു മധുരവും എരിവും പുളിയൊക്കെ ആയിട്ടാണ് ഈ കറി ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതവിടെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ അരപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിൽ ചെറിയ ഉള്ളി 2 എണ്ണം, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയ ജീരകം അഥവാ നല്ല ജീരകം, അതും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് അരച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ മാമ്പഴമൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ഈ അരപ്പിൻ്റെ ഒക്കെ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചെയ്യാത്തവരാണെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഇത് ഉണ്ടാക്കി നോക്കും ഈ മാമ്പഴക്കാലമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ അധികം തിളപ്പിക്കണില്ല കേട്ടോ. അതിൻ്റെ ഒരു തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതാ തിളച്ച് വന്നു. എന്നിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് ഞാനൊരു കുറച്ച് നേരം വെച്ചു. എന്നിട്ടാണ് കേട്ടോ ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത്, പിരിഞ്ഞു പോകുമെന്ന് കരുതിയിട്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ തൈര് ചേർത്ത് കൊടുത്ത്, പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് അങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അതും മിക്സ് ആക്കിയിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കണം. വറവ് ഞാൻ ഇടുന്നത് ഇതാ വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് വേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്തിട്ടാണ് കേട്ടോ വറവിട്ടെടുത്തത്. അപ്പോൾ ഇതാ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് നമുക്ക് ഇത് വറവ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്